ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ ചാട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെയൊക്കെ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ മാത്രം കഴിച്ചും ജ്യൂസ് അടിച്ചും കഴിച്ചും മടുത്തിരിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ഈ പൈനാപ്പിൾ ചാട്ട്. വരൂ, നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കഷ്ണം പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. നേരെ തൊലിയൊക്കെ ചെത്തിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. കൂടുതൽ എളുപ്പം ഇതാണ്. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ തൊലിയും നടുഭാഗത്ത് ഊനൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. വളരെ കുഞ്ഞിതുമല്ല, വളരെ വലുതുമായിട്ടുമല്ല. ബാക്കിയുള്ള പൈനാപ്പിളെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ പൈനാപ്പിളും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചാട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ചാട്ടും സാലഡും ഒക്കെ അതുപോലെ തന്നെ തയ്യാറാക്കിയെടുത്താൽ മതി. ഇതിലോട്ട് ഞാനൊരു അര കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർക്കുന്നുണ്ട്. ഇതിലോട്ടിനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾ പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ചാറ്റ് മസാലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചിലർക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് വളരെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇഷ്ടമില്ലാത്തവർക്ക് കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയാകും. പിന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. ചാറ്റ് മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് ചെക്ക് ചെയ്യാതെ മുന്നേ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചാറ്റ് മസാല കുറച്ച് കൂടുതൽ അളവിൽ ചേർത്തുകൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പൈനാപ്പിൾ ചാട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. പൈനാപ്പിൾ കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. സാലഡൊക്കെ പോലെ തന്നെ വളരെ ഹെൽത്തിയും കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്